പുളിന്താനം സെന്റ് ജോൺസ്, മഴുവന്നൂർ സെന്റ് തോമസ് എന്നീ പള്ളികളിൽ കോടതി വിധി നടപ്പിലാക്കാൻ ശ്രമിക്കുന്നുവെന്ന വ്യാജേന അരങ്ങേറുന്ന നാടകം അവസാനിപ്പിക്കണമെന്ന് ഓർത്തഡോക്സ് സഭ. കോടതി വിധി നടപ്പാക്കുന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ മറുവിഭാഗത്തെ മുൻകൂട്ടി അറിയിക്കുകയും അവർക്ക് പള്ളിക്കകത്ത് നിലയുറപ്പിക്കാൻ അവസരം നൽകുകയുമാണ്. ഇതിനുശേഷം ക്രമസമാധാന പ്രശ്നം സൃഷ്ടിച്ച് അകത്തുള്ളവരെ അവിടെ നിന്ന് ഇറക്കാൻ നടത്തുന്ന നാടകമാണ് നാളിതുവരെ കണ്ടിട്ടുള്ളത്. ഇതിന്റെ തനിയാവർത്തനമാണ് ഇന്നും അരങ്ങേറിയത്. കോടതി ഉത്തരവ് നടപ്പിലാക്കാൻ ബാധ്യതയുള്ള അധികാരികൾ പക്ഷപാതപരമായി പ്രവർത്തിക്കുന്നത് അപലപനീയമാണ്. ഈ നീക്കം രാജ്യത്തിന്റെ നീതിന്യായ വ്യവസ്ഥയോടുള്ള വെല്ലുവിളിയായി മാത്രമേ കണക്കാക്കാൻ കഴിയൂവെന്നും ഓർത്തഡോക്സ് സഭാ നേതൃത്വം ആരോപിച്ചു. ഇതൊരു നാടകമല്ല, തുടർ നാടകമാണ് എന്ന് പറയേണ്ടി വരികയാണ്. തന്നെ ഇതിന് നാടകമെന്ന് പേര് വിളിക്കാൻ ഒക്കുമോ എന്നുള്ളതും അടുത്തൊരു വിഷയമാണ്. കാരണം സാധാരണ നാടകത്തിൽ നിന്ന് വ്യത്യസ്തമായ ചില ശൈലികളാണ് കാണുന്നത്. ഇന്നലെ വൈകിട്ട് മുതൽ അവിടെ നിന്ന് വരുന്നതായ വീഡിയോകളും ഫോട്ടോകളും ഒക്കെ കാണുമ്പോൾ കാണുന്ന കാഴ്ചകളും കേൾക്കുന്ന കാര്യങ്ങളും വളരെ വിചിത്രമായവയാണ്. വളരെ വലിയ പോലീസ് സന്നാഹങ്ങൾ ആയുധങ്ങളിലൂടെയൊക്കെ വന്ന് പള്ളിയുടെ നാലു വശവും നിൽക്കുന്നത് ആരെ പേടിപ്പിക്കാനാണെന്നൊരു പിടിയില്ല. അതിനെ തുടർന്ന് ജനമില്ലാത്ത പള്ളിയിലേക്ക് ആളുകളെ നാലാ വശത്തു നിന്നും വിളിച്ചു വരുന്നു. അത് ചില ആളുകളുടെ വോയിസ് മെസ്സേജുകളും വീഡിയോ സന്ദേശങ്ങളൊക്കെ പ്രചരിക്കുകയാണ്. മെത്രാൻ കക്ഷി പള്ളി പിടിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വരുന്നുണ്ട്, അതുകൊണ്ട് നമ്മുടെ എല്ലാ ദേശത്തുമുള്ള ആളുകളെല്ലാം വന്നിരിക്കണം, കുഞ്ഞുങ്ങളെ കൊണ്ടുവരണം, സ്ത്രീകളെ കൊണ്ടുവരണം, ഇങ്ങനെയുള്ള ആശയങ്ങൾ നൽകുന്ന വാർത്തകൾ മെസ്സേജുകൾ സാധാരണ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോലീസ് വന്ന് നിന്നതിന് ശേഷം പള്ളിയകത്ത് ആളിനെ കയറ്റിയിട്ട് പിന്നെ അവരെ ഇറക്കി വിടുന്ന അതിന് നാടകം നല്ലോ പറയേണ്ടത്. ഡോക്ടർ യോഹാനൻ മാർ ദിയാസ്കോറസ്, അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ, സഭാ വക്താവ് ഫാദർ ഡോക്ടർ ജോൺസ് എബ്രഹാം കോനാട്ട്, കോർ എപ്പിസ്കോപ്പ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.